പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നിങ്ങളെല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. വലിയൊരു സന്തോഷ വാർത്തയോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ആലുവയിൽ നമ്മളൊരു ആരാധന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ച നമ്മൾ ആലുവയിലെ ആരാധന നടക്കുന്ന സണ്ണി ഹോട്ടലിലെ ആ ഹോട്ടലിൻ്റെ നേരെ, അതായത് ആ ഹോട്ടലിൽ തന്നെയുള്ള റിസപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ കൺവെൻഷൻ ഹാളിൽ വെച്ചാണ്. നിങ്ങൾ ആരെങ്കിലും ഈ പരിസരത്തുണ്ട് എങ്കിൽ നാളെ നിങ്ങൾ ഈ മീറ്റിങ്ങിനായി കടന്നു വരിക. അതൊരു വേർഷിപ്പ് മാത്രമല്ല, സൺഡേ വേർഷിപ്പ് മാത്രമല്ല, അതൊരു ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. പലപ്പോഴും എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ പലരും ചോദിക്കും, പാസ് ഈ പരിസരത്തൊക്കെ വരുന്നുണ്ടോ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ. യാത്രകളൊക്കെ ഈ രാത്രിയൊക്കെ ഇത് കൂടെ ട്രെയിനിൽ കൂടെ ഒക്കെ പോകുന്നത്, അപ്പോൾ ഇറങ്ങാൻ പറ്റാതെ, പിന്നെ പ്രത്യേകമായ ആരെങ്കിലും വിളിച്ച് മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ കാണുക എന്നല്ലാതെ പ്രത്യേകമായിട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. പക്ഷേ നാളെ ഞാൻ ആലുവയിലുണ്ട്. ഇപ്പം ഞാൻ ആലുവയിലുണ്ട്, നാളെ ആലുവയിൽ മീറ്റിങ്ങിനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നാളെ സണ്ണി ഹോട്ടലിൽ ആലുവ മെട്രോ സ്റ്റേഷൻ അടുത്ത് അവിടെ തന്നെ കാണാൻ പറ്റും. അവിടെ റിസപ്ഷൻ നേരെ ഓപ്പോസിറ്റുള്ള കൺവെൻഷൻ ഹാളിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. നിങ്ങളെല്ലാവരും കടന്നു വരണം. 10 മണിക്ക് ഡോർ ഓപ്പൺ ചെയ്യും. എത്ര മണിക്ക് കഴിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 10 മണിക്ക് ഡോർ ഓപ്പൺ ചെയ്യും. നിങ്ങളെല്ലാവരും മീറ്റിങ്ങിന് കടന്നു വരണം. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ആദ്യം നിങ്ങൾ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതിന് പിറകെ നിങ്ങൾക്കെല്ലാം കർത്താവ് ഒരുക്കും. അതിനൊന്നും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാം. ദേശങ്ങളിൽ ഉണർവുകൾ സംഭവിക്കട്ടെ. പരാജയപ്പെട്ടുപോയി, പാസ്റ്റർ ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, പാസ്റ്റർ ഞാൻ ഒത്തിരി പ്രതിസന്ധിയില്ല. പ്ലീസ്, ഇത് നിൻ്റെ സീസണാണ്. നീ ഉയരാൻ പോകുന്ന സീസണാണ്. നിൻ്റെ ലൈഫിനകത്ത് റെസ്റ്റോറേഷൻ സംഭവിക്കുന്ന സീസണാണ്. ആരൊക്കെയോ പറയുന്നു നീ പരാജയപ്പെട്ടു, ആരൊക്കെയോ പറയുന്നു തോറ്റുപോയി, എടാ ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലടാ മക്കളെ എന്നൊക്കെ പറയുന്ന വാക്കുകൾ നിൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ടാകാം. പക്ഷെ ഒറ്റ ദൂരെ ഞാൻ പറയുന്നുള്ളൂ, നിന്നെ വീണ്ടും 11-ാം അധ്യായം കഴിഞ്ഞ് 12-ാം അധ്യായത്തിൽ ലാസറിനെ, മരണപ്പെട്ട 11-ാം അധ്യായം അവിടെ കിടപ്പുണ്ട്. പക്ഷേ 12-ാം അധ്യായത്തിൽ ലാസറിനെ കർത്താവ് വീണ്ടും കർത്താവിൻ്റെ കൂടെ പന്തിയിൽ ഇരുത്തിയതുപോലെ നിന്നെ വീണ്ടും കർത്താവ് എഴുന്നേൽപ്പിക്കും. നിന്റെ പരാജയം കർത്താവിനൊരു പ്രശ്നമല്ല, നിന്റെ അയോഗ്യതകൾ കർത്താവിന് പ്രശ്നമല്ല. നിന്റെ അയോഗ്യതകളാണ് ദൈവത്തിൻ്റെ യോഗ്യതയായിട്ട് പരിശുദ്ധാത്മാ കണ്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നാളെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആലുവയിൽ വരിക. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. അതൊരു വലിയ വിടുതലാവട്ടെ, വലിയ സാക്ഷ്യമായി മാറട്ടെ. എൻ്റെ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ ലിങ്ക് അയക്കുമ്പോൾ അതിനുശേഷം ഒരു പോസ്റ്റ് അയച്ചു തരും. അതിനകത്ത് നമ്പറുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഗോഡ് ബ്ലസ് യു.